18 വർഷമായി സൗദി ജയിലിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുകയായിരുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിൻ്റെയും കുടുംബത്തിൻ്റെയും കണ്ണീര് തൂരുന്നു. സുമനസ്സുകൾ കൈകോർത്ത് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനാവശ്യമായ 34 കോടി രൂപ സമാഹരിച്ചു. പണം സൗദിയിലെത്തിക്കാനുള്ള നടപടികൾ ഇന്ന് ആരംഭിക്കും. 4 ദിവസം മുമ്പ് വെറും 5 കോടി രൂപ മാത്രമായിരുന്നു അബ്ദുൾ റഹീം നിയമസഹായ സമിതിക്ക് ലഭിച്ചത്. പ്രശ്നം മാധ്യമങ്ങളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഏറ്റെടുത്തപ്പോൾ 34 കോടി റെഡി. വ്യവസായി ബോബി ചെമ്മണ്ണൂരും റഹീമിന്റെ മോചനത്തിനായി രംഗത്തിറങ്ങിയിരുന്നു. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും രക്ഷാധികാരികളായ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പണം സമാഹരിച്ചത്. ഇനി ഈ തുക വിദേശകാര്യ മന്ത്രാലയം വഴി സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസിയിലെത്തിക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് തീരുമാനിക്കും. ഈ ട്രസ്റ്റിന്റെ പേരിൽ ആരംഭിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലൂടെ ആപ്പ് വഴിയും ബാങ്കിലേക്ക് നേരിട്ടും ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത 31,43,46,568 രൂപ, അതുകൂടാതെ പണമായി നേരിട്ട് എത്തിച്ചിട്ടുള്ള ഇങ്ങോട്ട് എത്തിച്ച പണം 2,52,00,000 രൂപയുമുണ്ട്. 34,45,46,568 രൂപ. ഡീറ്റെയിൽ ആയിട്ടുള്ള ഓഡിറ്റും എല്ലാവിധ വരവ് ചെലവ് കണക്കുകളും അടുത്ത ദിവസം തന്നെ കമ്മിറ്റി നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കും. ഹൗസ് ഡ്രൈവർ വിസയിൽ ജോലി തേടി 2006 നവംബറിലാണ് അബ്ദുൾ റഹീം റിയാദിലേക്ക് പോയത്. അബ്ദുൾ റഹീം തന്റെ സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുൾ റഹ്മാൻ അൽ ഷഹരിയുടെ മകനായ 15-കാരൻ അനസ് അൽ ഷഹരിയുടെ മരണത്തിന് കയ്യബദ്ധത്തിലൂടെ കാരണക്കാരനായി. തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. എന്നാൽ 34 കോടി ദയാധനം നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കാമെന്ന് അനസിന്റെ കുടുംബം സമ്മതിക്കുകയായിരുന്നു. മോചനദ്രവ്യം തയ്യാറായതോടെ അബ്ദുൾ റഹീമിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് കുടുംബവും നാട്ടുകാരും. ജനം, കോഴിക്കോട്.